വീട്ടിലിരുന്ന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വീട്ടമ്മ പോലും കാണില്ല. ഇപ്പം എല്ലാവരും സോപ്പൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്താണ് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഓർഗാനിക് സോപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഓർഗാനിക് സോപ്പ് ബേസാണ്, ടൊമാറ്റോ ബേസാണ്. ഇത് കേരളത്തിൽ തന്നെ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇതിനകത്ത് ടൊമാറ്റോയുടെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇതിനകത്ത് കുറച്ച് തേനും കുറച്ച് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കുറച്ച് ഇതിന് ആവശ്യമായ മണവും കൂടി മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. സൾഫേറ്റ് ഫ്രീ, പാരഗൺ ഫ്രീ സോപ്പ് ബേസാണിത്. അപ്പോൾ നമുക്ക് അളന്നെടുക്കാൻ എന്തായാലും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെയ്റ്റിംഗ് സ്കെയിൽ അത്യാവശ്യമാണ്. വെയ്റ്റിംഗ് സ്കെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടൂ. നമുക്ക് 1 കിലോ സോപ്പ് ബേസ് എടുക്കാം. 1 കിലോ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. 1000 ഗ്രാം അളവിലാണ് നമ്മുടെ മെഷർമെൻറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ 1 കിലോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രത്തിൽ വേണം നമുക്കിത് മെൽറ്റ് ചെയ്യാൻ എടുക്കാം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമുക്ക് ഈ ബേസ് മെൽറ്റ് ചെയ്യേണ്ടത്. ഇത് ഫ്ലേക്സ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓർഗാനിക് ബേസാണ്. ഡബിൾ ബോയിലിന് ആവശ്യമായ വെള്ളം വെച്ച് കൊടുത്ത് തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോപ്പ് ബേസ് അതിനകത്ത് ഇറക്കി വെച്ച് കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സോപ്പ് മെൽറ്റായി കിട്ടും. ഇതിനകത്ത് നമുക്ക് ഗ്ലിസറിൻ ബേസാണിത്. ഗ്ലിസറിൻ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്ലിസറിൻ അധികമായിട്ട് ചേർത്താൽ സോപ്പിൻ്റെ ആ തിക്നെസ്സും കട്ടിയൊക്കെ പോയി പഴം പോലെ ആയിപ്പോവും സോപ്പ്. ഇപ്പോൾ ഗ്ലിസറിൻ ബേസാണ് ഓൾറെഡി. ഇതിനകത്ത് ഗ്ലിസറിനൊന്നും നമ്മൾ അഡീഷണൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. മെൽറ്റായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് 3 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സോപ്പെല്ലാം മെൽറ്റായിട്ട് നമ്മൾ തീ കുറച്ചിടണം. തേൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ലെമണിൻ്റെ കുറച്ച് പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കുന്നത്. 25 ml പെർഫ്യൂമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് എല്ലാം ഒന്ന് യോജിപ്പിക്കുക. ചെറുതായിട്ട് ഇളക്കണം. കൂടുതൽ ഇളക്കിയ പത ഇങ്ങ് വന്ന് മുകളിൽ അടിയും. ഇനി നമുക്ക് സോപ്പ് ബേസിലേക്ക് മാറ്റി കൊടുക്കാം. സോപ്പ് ബേസ് ഒരു ട്രേയുടെ മുകളിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് സോപ്പ് ബേസ് ഒഴിച്ച് കൊടുക്കാം. കാരണം നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ എളുപ്പമാണ് നമുക്കിത്. നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റായി കിട്ടും. അതിന് മുകളിൽ വന്ന പത നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് എടുത്ത് കളയാം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കളഞ്ഞാൽ നല്ലൊരു വൃത്തിയായിട്ട് കിട്ടും. ഈ പത നമുക്ക് കളയൊന്നും വേണ്ട. ഇതുകൊണ്ട് നമുക്ക് വേറൊരു ഉപകാരമുണ്ട്. അത് നമ്മുടെ സോപ്പ് ബേസ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോപ്പൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. 10 സോപ്പ് കിട്ടിയിട്ടുണ്ട് 1 കിലോയ്ക്ക്. നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരുന്ന വെള്ളമില്ലേ, ഡബിൾ ബോയിൽ ചെയ്ത വെള്ളം, ആ വെള്ളം തന്നെ നമുക്ക് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ആ എടുത്ത പതകളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോപ്പിൻ്റെ മുകളിൽ നമ്മൾ വെട്ടിയെടുത്ത പത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു വസ്തു കിട്ടും. അത് ലാസ്റ്റ് കാണിക്കുക എന്തോ കിട്ടുന്നതെന്ന്. നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് 1 മണിക്കൂറായപ്പോൾ തന്നെ സെറ്റായത്. ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ ഇത് സെറ്റാവില്ല, അലുവ പോലെ ആയിപ്പോവും. ഇതെല്ലാ സാധനങ്ങളും ചേർത്ത് വരുന്ന ഒരു സോപ്പ് ബേസാണ്. ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഇത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മുടെ സോപ്പൊക്കെ സെറ്റായിട്ട് നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ച് അപ്പോഴേ തന്നെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ മണമൊന്നും വെളിയിൽ പോകത്തില്ല. ആ രീതിയിലാക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ വെളിയിൽ വെച്ച ശേഷം എല്ലാ ചൂടും പോയ ശേഷം മാത്രമേ നമുക്ക് പാക്ക് ചെയ്യാവൂ. ഇപ്പം നല്ല തണുത്തിട്ടുണ്ട് സോപ്പ്. നമുക്ക് പാക്ക് ചെയ്ത് സൂക്ഷിക്കാം. ഇത് 1 ദിവസം വെളിയിൽ വെച്ച ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബേസാണ്. ഇതിനകത്ത് ഓർഗാനിക്കായിട്ട് ഉള്ള പൾപ്പുകളൊന്നും ചേർത്ത് കൊടുത്ത് സോപ്പിൻ്റെ pH വാല്യൂ മാറ്റേണ്ട കാര്യമില്ല. പൾപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പം pH വാല്യൂ മാറിപ്പോവും. ഇത് വെച്ച് തന്നെ വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ആദ്യമായിട്ടൊരു സോപ്പ് ഉണ്ടാക്കിയില്ല, ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചു തന്നതാണ്. ഇത് അടിപൊളി സോപ്പാണ്. എല്ലാവരും ഉപയോഗിച്ച് നല്ല റിസൾട്ടുള്ള സോപ്പാണ്. തേനൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ചർമ്മത്തിനൊക്കെ നല്ലൊരു ഗ്ലോയിങ് കിട്ടും. ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇങ്ങനെ ആയിട്ടുണ്ട് തണുത്തപ്പം. ഇത് നമുക്കൊരു ഹാൻഡ് വാഷായിട്ട് ഉപയോഗിക്കുക. ഒരു 3/4 ലിറ്റർ വെള്ളത്തോളം ഉണ്ട് ഇത്. കണ്ടോ, നമുക്ക് ഇച്ചിരി കളറും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഹാൻഡ് വാഷായി. അപ്പോൾ നമുക്ക് സോപ്പ് 10 എണ്ണം കിട്ടുകയും ചെയ്ത് ഹാൻഡ് വാഷ് നമുക്ക് 1 ലിറ്റർ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഹാൻഡ് വാഷിൻ്റെ അതേ മണവും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 200 രൂപ നമുക്ക് ഇതിനകത്ത് കിട്ടും, സോപ്പ് കൂടാതെ തന്നെ. അപ്പോൾ 2 വസ്തുക്കൾ നമുക്ക് കിട്ടും. പാഴാക്കി കളയുന്ന വസ്തു വെച്ചാണ് നമ്മൾ ഇതുണ്ടാക്കിയത്. കണ്ടോ, അടിപൊളിയായിട്ടുള്ളൊരു ഹാൻഡ് വാഷും കിട്ടി. അപ്പം 2 സോപ്പ് വെച്ച് 2 സാധനം, സോപ്പിൻ്റെ ബേസ് വെച്ച് 2 സാധനങ്ങൾ കിട്ടിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കിറ്റുകളൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.